ഞാൻ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനും എന്റെ വൈഫ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആരാ? See, I'm speaking. I'm his wife. I'm Shweta. Okay. Hi. So what this about is, I'll ask my husband to send it to you. അപ്പൊ നമ്മുടെ സുജിത് ഭക്തൻ അറിയാലോ, ട്രാവൽ വ്ളോഗറാണ്. മലയാളത്തിൽ നിന്ന് അത്യാവശ്യം റീച്ചിലെ ട്രാവൽ വ്ളോഗേഴ്സിൽ ഒരാളാണ് പുള്ളിക്കാരൻ എന്ന് പറയേണ്ടി വരും. പണ്ട് തൊട്ടേയുള്ള ഒരു ട്രാവൽ വ്ളോഗറാണ് അല്ലേ. ഇന്ന് മല്ലു ട്രാവൽ അടക്കമുള്ള പല ട്രാവൽ വ്ളോഗേഴ്സും വീണപ്പോഴും ഇപ്പോഴും സുജിത് ഭക്തൻ എന്ന് പറയുന്ന ട്രാവൽ വ്ളോഗർ പഴയ റീച്ച് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. എന്നിരുന്നാലും നമ്മുടെ വിഷയം അതല്ല. പുള്ളിക്കാരന്റെ ഭാര്യയായിട്ടുള്ള ശ്വേതയെ പലർക്കും അറിയുമായിരിക്കും. ഇടയ്ക്കിടെ സുജിത് ഭക്തന്റെ ബ്ലോഗിലൊക്കെ വന്നു പോകുന്ന ഒരാളാണ് ഈ ശ്വേത എന്ന് പറയുന്ന ആള്. കുറച്ചൊരു തടിച്ച പ്രകൃതക്കാരിയാണല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും നല്ല രസമാണല്ലോ പുള്ളിക്കാരന്റെ സംസാരമൊക്കെ കേൾക്കാൻ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ശ്വേതയെ തടിയെ ചൊല്ലി ശ്വേതയ്ക്ക് മുമ്പ് ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ സുജിത് ഭക്തന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് തുടക്കത്തിലൊക്കെ ഇവർക്ക് ഇതിനെ കുറിച്ച് തന്നെ പറയലായിരുന്നു പരിപാടി. കാരണം അത്രയും ശ്വേതയുടെ തടിയെ ചൊല്ലിയുള്ള സൈബർ അറ്റാക്കുകൾ ശ്വേതയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ സ്വാഭാവികമാണ്. നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും നല്ലവരായിരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അതിൽ മോശമായി ചിന്തിക്കുന്നവരുണ്ടാകും, ആ രീതിയിൽ കമന്റ് ചെയ്യുന്നവരും ഉണ്ടാകും. അവരെയൊക്കെ അതിനെ അവഗണയോടെ വിട്ടുകളയുക എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വ്ളോഗേഴ്സിനും സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടാകും. അത് കിട്ടാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ശ്വേതയുടെയും സുജിത് ഭക്തന്റെയും കേസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സൈബർ അറ്റാക്കിന് മുകളിലുള്ള ചില കാര്യങ്ങളാണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു വ്യക്തി ഇവരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ സുജിത് ഭക്തൻ ഡെയിലി വീഡിയോ ഇടുന്ന ഒരാളാണല്ലോ. അപ്പൊ പുള്ളിക്കാരന്റെ വീഡിയോയിൽ ഇടയ്ക്കിടെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നു പോകും. അങ്ങനെ വന്നു പോകുന്നവരുടെ മെയിൽ ഐഡികൾ ഈ ചങ്ങായി തപ്പിപ്പിടിക്കും. എന്നിട്ട് അവർക്ക് നീണ്ട ഒരു മെയിൽ അയക്കും. ആ മെയിലിൽ മെയിനായിട്ട് ഇയാൾ പറയുക സുജിത് ഭക്തനെയും ഭാര്യ ശ്വേതയെയും കുറിച്ചായിരിക്കും. വളരെ മോശമായിട്ടുള്ള വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇയാൾ സുജിത് ഭക്തനെയും ഭാര്യയും കുറിച്ച് ആ മെയിലിൽ പറയുക. ഇയാളുടെ കഴിഞ്ഞ 2 വർഷത്തോളമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സുജിത് ഭക്തൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുജിത് ഭക്തനും തന്റെ ഭാര്യയും തന്റെ പോഡ്കാസ്റ്റ് ചാനലിൽ വന്നിരുന്ന് 2 ദിവസം മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കേട്ടോക്കാം. എന്റെ ഫ്രണ്ട് ജോമോൻ എന്ന് പറഞ്ഞ ഷെഫ് ലണ്ടനിൽ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവൻ അത് കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കിയ മെയിൽ April 27 തമ്പുരാൻ jomon@gmail.com. എന്നിട്ട് അവൻ അത് ഇതേപോലെ ആളുകൾക്ക് അയച്ചേക്കുക. എന്നിട്ട് സഹീർ ഭായി, ഹാരിസ് സമീർ അലി, ബൈജോൻ നായർ, പിന്നെ കോൺടാക്ട് ഓട്ടോബയോഗ്രഫി, പിന്നെ ഈവിൾ ജെറ്റ്, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളോട് വളരെ സ്നേഹത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൾക്കാരൊക്കെ അവർക്ക് കിട്ടുന്ന മെയിലുകളെ പറ്റി എന്നോട് ഇൻഫോം ചെയ്യാറുണ്ട്. ബാക്കി ആൾക്കാരും പറയാറൊന്നുമില്ല, കാരണം അവർക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ എഴുതിയിരിക്കുന്നത് നിങ്ങളൊക്കെ ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു. ഈവിൾ ജെറ്റിനെ അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പറയാം. ഈവിൾ ജെറ്റിനെ ഊമ്പിച്ച് പറ്റിച്ച് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു. ഞാനോ ചെയ്തോ? അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈവിളിനെ പ്രാഗി തമ്മിലടിപ്പിക്കുകയും ഏഷണി പ്രദർശനിയാണ് ഇവന്റെ മെയിൻ വിശ്വാസവഞ്ചകൻ, അരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ. അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിയിരിക്കുന്നു. എന്നെ പറ്റി നീ എന്തുകൊണ്ട് എഴുതിയോ, എന്റെ ഭാര്യനെ എന്റെ ഫാമിലിയെ പറ്റി എഴുതി, എന്നെ പറ്റി നീ എന്താണെന്ന് എഴുതിക്കും, നീ എന്തുകൊണ്ട് ചെയ്തോ. പക്ഷെ എന്റെ ഫാമിലിയെ പറ്റി പറയുന്ന എനിക്ക് റൈറ്റ്സും ഇല്ല. ഇതേ ഒരാളാണ് എന്റെ മോനെ വയറ്റി കിടന്നപ്പോ മോനെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് ഇവന്റെ തടിച്ചു ഭാര്യയ്ക്ക് ഡ്രൈവറായി ഇവന്റെ അനിയനെ വെച്ചു കൊടുത്തു. സ്വന്തം മോനെ 1 ലക്ഷം രൂപയ്ക്ക് പഠിപ്പിക്കുന്ന നാളി കാശിനോട് ആർത്തി മൂത്ത് ഒരു തടിച്ചു കുളത്തിയെ കെട്ടി വിദേശ അന്യ സ്ത്രീകളുടെ കൂടെ വെള്ളം അടിച്ച് നടക്കുന്നു. സാനി അയ്യപ്പനെ പോലുള്ള ചിക്സിനെ തന്തവൈബ് പോലുള്ള അപ്പൂപ്പൻ ബേബി എന്നൊക്കെ ഇൻസ്റ്റയിൽ വിളിച്ച് ക്രിഞ്ചടിപ്പിക്കുന്നു. ആ കമന്റ് ചെയ്യണ്ടല്ലേ എന്താ സംഭവം? ബെഡ്റൂമിൽ ശയന സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ലൈക്ക് ഇങ്ങനെയുള്ള മെയിലും സംഭവങ്ങളാണ് ഇവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ മുൻപിലിരുന്ന് വായിക്കാൻ പറ്റാത്ത വൃത്തികളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ശ്വേതഭക്തൻ ഞാനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞ് തിന്നു മുടിക്കും. IMP ട്രിപ്പ് ഫുൾ മസാല ദോശയും വിഴുങ്ങി ഏമ്പക്കവും വളിയും വിട്ട് തൂറി മെഴുകി ഫുൾ ടൈം വണ്ടിയുടെ പുറകിൽ ഉറക്കമാണ്. ബയോഗ്യാസ് ഉണ്ട് വണ്ടി. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇതുപോലെ സംഭവം. ഇതിനിടയ്ക്ക് ഇവൻ ഈ പറഞ്ഞ പോലെ ഇത് വലിയ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് പറഞ്ഞെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അവന് 1/2 മണിക്കൂർ വേണം. ഭക്തന് അടിപ്പോഫില ഉള്ളതുകൊണ്ട് ഋഷി പൊട്ടനുണ്ടായി. വലുതാകുമ്പോൾ പൊണ്ണത്തടിച്ചിയുടെ മോനെന്ന് നാട്ടുകാർ കളിയാക്കുന്നത് കേൾക്കാനുള്ളവനാണെന്നൊക്കെ പറഞ്ഞ അത്രയ്ക്ക് വൃത്തിയായിട്ട് രീതിയിൽ. പിന്നെ നെക്സ്റ്റ് ഡേ അത് ഞാൻ റിപ്ലൈ ചെയ്ത് കുറെ നാളായി ഞാൻ ഇമെയിൽ കാണുന്നു, കമന്റുകൾ കാണുന്നു. നിനക്ക് ഇതിൽ നിന്നും എന്ത് സുഖമാണോ ലഭിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തായാലും നീ ചോദിച്ചോ, എനിക്ക് എന്റെ കുടുംബത്തിന് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു റിപ്ലൈ കൊടുത്തു. നിനക്ക് ഒരു തന്തയാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കാതെ എന്റെ അടുത്തേക്ക് നേരിട്ട് വാ. അത് പറ്റില്ലെങ്കിൽ നീ സമയം കളഞ്ഞ് തീരെ സുഖം നേടിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ മെയിൽ അയച്ചു. കാരണം നമ്മൾ ഇത്രയും നാൾ ഇതിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന് അവൻ റിപ്ലൈ തന്നിട്ടില്ല എനിക്ക്. പക്ഷേ ഇടയ്ക്ക് 1-2 ഞാൻ ഇമെയിൽ ചെയ്യുമ്പോഴത്തേക്കും റിപ്ലൈ വരുന്നുണ്ട്. ഇവൻ ഓരോ പുതിയ ഇമെയിൽ ഐഡി ഉണ്ടാക്കും. എന്നിട്ട് അതേ ഇമെയിൽ ഐഡി വെച്ചിട്ട് യൂട്യൂബിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അന്ന് ഞങ്ങൾ ഇട്ട വീഡിയോയുടെ ഒക്കെ താഴെ കമന്റ് ചെയ്യും. അതാണ് എന്റെ മെയിൻ പരിപാടി. എന്തായാലേ ഇവരൊക്കെ എന്തായാലും വിളിക്കേണ്ടത്. സുജിത് ഭക്തനെ ഭാര്യയെ പോട്ട് മകനെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ്. മകനെ കുറിച്ച് പറഞ്ഞേ കേട്ടില്ലേ, പൊട്ടൻ ഋഷി വലുതായി കഴിഞ്ഞാൽ പൊണ്ണത്തടയിൽ നിന്ന് കേൾക്കാനുള്ളവനാണ് എന്നൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവൻ സുജിത് ഭക്തനുമായി ബന്ധപ്പെട്ടുള്ള ഓരോരുത്തർക്കും മെയിൽ അയച്ചു വിടുന്നത്. എന്ത് സുഖമാണ് ഇവൻ ഇതിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആലോചിക്കുന്ന ഈ മെയിലൊക്കെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ തന്നെ ഇവന് 40-45 മിനിറ്റ് വേണ്ടേ. ഒരു പ്രൊഡക്റ്റും അല്ലാത്ത കാര്യത്തിൽ ഇവൻ ഇത്രയും സമയം എന്തിനാണ് മെനക്കെടുത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവൻ എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നത്? ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോ സുജിത് ഭക്തനുമായി മുമ്പ് വ്യക്തിവൈരാഗ്യമുള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ പിന്നെ
പിന്നെയും ഓക്കെ, അതിനെ പുറത്ത് എഴുതി വിടാണെന്നെങ്കിലും നമുക്ക് പറയാം. പക്ഷേ എഴുതി വിടുന്ന വ്യക്തി എന്ന് പറയുന്നത് സുജിത് ഭക്തനുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. ഇവന് വല്ല സൈക്കോപാത്ത് എങ്ങാനുമാണെന്ന് തോന്നുന്നു. അല്ലാത്ത ഒരാൾക്ക് എന്തായാലും ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ അല്ലേ. ഓരോരോ ടൈപ്പ് മനുഷ്യന്മാർ ഇഷ്ടം. എന്തായാലും ഇതിനെല്ലാം ശേഷം ഇന്നലെ സുജിത് ഭക്തൻ ആളെ പൊക്കി കേട്ടു. കേരള സൈബർ സെല്ലിന്റെയും അതുപോലെ തന്നെ ചില എത്തിക്കൽ ഹാക്കേഴ്സിന്റെ സഹായത്തോടെ ആളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും സുജിത് ഭക്തൻ അങ്ങ് എടുത്തു കഴിഞ്ഞു. ആളിപ്പോ അമേരിക്കയിലാണ്. ആള് പഠിച്ചതെല്ലാം ഇന്ത്യയിലെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആൾ അമേരിക്കയിലാണ് എന്നുള്ള ധൈര്യം കൊണ്ടാണ് ഇമാതിരി അപരാധങ്ങളൊക്കെ പഠിച്ചു വിടുന്നത്. കാരണം പുറം രാജ്യത്തല്ലേ, പിടിക്കപ്പെടൂലല്ലോ. എന്തായാലും ഇവന്റെ സകല ഡീറ്റെയിൽസും എടുത്തതിന് ശേഷം സുജിത് ഭക്തൻ എന്താക്കിയെന്ന് അറിയോ? ഇവനെ വാട്സപ്പിൽ കുറെ ഫോൺ വിളിച്ചു. ഇവൻ ഫോൺ എടുത്തില്ല. അതിനുശേഷം ഇവൻ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് സുജിത് ഭക്തൻ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. ദിസ് ഈസ് സുജിത് ഭക്തൻ ഹിയർ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു എ വൈൽ. അതിനുശേഷം സുജിത് ഭക്തൻ അങ്ങോട്ടൊരു മിസ് കോൾ ഇട്ടിക്കണല്ലേ. അതിനുശേഷം ഈ പറഞ്ഞ ആൾ തിരിച്ചിങ്ങോട്ട് മിസ് കോൾ ഇട്ടിക്കുന്നു. അതിനുശേഷം സുജിത് ഭക്തൻ അയച്ച മെസ്സേജ് ഞങ്ങൾ നോക്കണം. ഇറ്റ്സ് ഓൾ അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട്. അന്നേരമുള്ള പുള്ളിക്കാരൻ മറുപടി ഒന്ന് നോക്കണേ. ഐ ആം 100% ഷുവർ യു ഗോട്ട് ദ റോങ് പേഴ്സൺ. അതെങ്ങനെ വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് ഇയാൾക്ക് മനസ്സിലായി യു ഗോട്ട് ദ റോങ് പേഴ്സൺ എന്ന്? ഇത് മറ്റേ പറക്കും തളിക്ക സിനിമയിൽ അരിഷ്ട അശോകന്റെ ഡയലോഗ് ഉണ്ടല്ലോ, സൂക്ഷിച്ച് നോക്കേണ്ട ഉണ്ണി ഇത് ഞാനല്ല എന്ന്. ആ ഡയലോഗാണ് എനിക്ക് ഇതിപ്പോ കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്. സുജിത് ഭക്തൻ സംഭവം എന്താണ് ഏതാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും പുള്ളിക്കാരൻ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കാണ് യു ഗോട്ട് ദ റോങ് പേഴ്സൺ എന്നൊക്കെ. എജാത് ചങ്ങായി ഇഷ്ടം. എന്തായാലും ഇതിനെല്ലാം ശേഷം സുജിത് ഭക്തൻ ഇവനെ കണക്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് 8 മിനിറ്റോളം ഇവനോട് സംസാരിക്കുന്ന ഒരു ലൈവ് വീഡിയോ സുജിത് ഭക്തൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. What is this that you're talking about? ഓക്കെ ഫൈൻ. ഓക്കെ എനിക്കൊന്നും അറിയില്ല അല്ലേ. No. Listen to me. Fine, Like, fine. Okay. I don't know who you are. Yeah, I know, I understand. I've never seen you. Like, I'm getting a random call this morning. Okay. Claiming that I did something. Yeah. Like, who are you? എന്തായാലും താങ്ക്സ് ഫോർ കോപ്പറേറ്റിംഗ്. ലൈക്ക് ഇങ്ങനെ ഒരു റാൻഡം കോൾ വന്നപ്പോഴത്തേക്കിനും ഇത്രയും സമയം എടുത്തിനോട് സംസാരിക്കാൻ കാണിച്ചതിൽ സന്തോഷം. ഇൻ കേസ് ഇത് താങ്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനും എന്റെ വൈഫും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആരാ? ഫാദറാണോ? ഫാദറിന്റെ പേരെന്താ സാറേ? ഫാദറാണ് കേട്ടോ. ഫാദർ, വെരി ഗുഡ്. ഓക്കെ, അതെന്നെ മനസ്സിലായത് അപ്പനാ. ശരി, അപ്പനാണെങ്കിലും അച്ഛനാണെങ്കിലും അർത്ഥം ഒന്നും തന്നെയല്ലേ. ഇനി അപ്പം വേറെ അച്ഛൻ വേറെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തോ എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇവൻ സംസാരിച്ച് തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ അപ്പൻ കയറി ഇടപെട്ടില്ലേ. അങ്ങനെ അപ്പൻ ഇടപെടണമെന്നുണ്ടെങ്കിൽ അപ്പന്റെ മുന്നിൽ വെച്ച് ലൗഡ് സ്പീക്കറിലായിരിക്കണം അവൻ സംസാരിച്ചത്. അങ്ങനെ വേണമല്ല അനുമാനിക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ ഇവൻ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങൾക്കും അപ്പനും കൂട്ടി നിന്നിട്ടുണ്ടാവണം. ഇനിയിപ്പോ ഇത് ശരിക്കുള്ള അപ്പൻ തന്നെയാണെന്നുള്ളത് ആർക്കറിയാം. അവന്റെ അടുത്തുള്ള ഫ്രണ്ട് എങ്ങാനും അപ്പനാണെന്ന് പറഞ്ഞ് സംസാരിച്ചതാണെങ്കിലും എന്തായാലും മൊത്തത്തിലൊരു ടൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഇവൻ ഒറ്റക്കല്ല ഈ പരിപാടികളെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഇവന്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇവൻ സംസാരിച്ച് തുടങ്ങിയപ്പോ തന്നെ അപ്പനെന്നും പറഞ്ഞ ഒരാൾ കയറി ഇടപെടുത്തില്ലല്ലോ. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം. എന്തോ പരിപാടിയാണോ? ആ പറഞ്ഞോ. Papa, what's happening? I don't understand. What is this? Ask him what does he want. What happened? See, I'm speaking. I'm his wife. I'm Shweta. Okay. Hi. So what this about is I'll ask my husband to send it to you. You just go through it and please show it to your father also. But it's come all it's the IP readings, everything has come against in your name. That is the reason we called you. No arguments, nothing. We just want to finish here, dear. We don't want anybody to fall in trouble. So we just called you to talk to you about this. What is this IP readings? Do you guys not know about VPNs? Like, what's going on? That also I will tell you. The VPN, the VPN which we got is from your college, from the way you're working. I'm not working in a college right now. What is this VPN? What is this? Okay, I'll send it. Prank? It's not a prank. We don't know who you are, but we called you is just because we are having your name come in the list has a top priority. That is the reason I'm calling. That's why my husband actually called you. It was an assault for myself. I had got a lot of. Okay, I'll tell you. She's a female. Okay, an Indian citizen. She's a female, and she has faced all these things. Why would I do anything against someone? We didn't say that you did it. We didn't We say didn't say that you did. We didn't say that you did it. What is this? We didn't say that you did. ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തെ, ഇത് പ്രാങ്കോ സ്പാമോ ഒന്നും അല്ല. നിങ്ങളെ കുറ്റം ചെയ്തതായിട്ട് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ട്രാക്ക് ചെയ്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങളാണ് നമ്മുടെ പ്രൈമറി സസ്പെക്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ഞങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ഒരു ലീഗൽ മൂവ് നടത്താൻ പോകുന്നു. ബിക്കോസ് യു ആർ എ സസ്പെക്ട്.
എന്തായാലും ചെക്കൻ നല്ല രീതിയിൽ കിടന്ന് ഉരുളുന്നുണ്ട്. ഈ പരന്നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന സമയത്തുള്ള ഒരു ഉരുണ്ടുകൾ ഉണ്ടല്ലോ, ആ ഉരുണ്ടുകളാണ് ഇവന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് ശേഷവും ഇവരുടെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സുജിത് ഭക്തന്റെ ചാനലിൽ കയറി നോക്കാവുന്നതാണ്. എന്തായാലും ഇവൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവന്റെ ഉരുണ്ട് കളിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവൻ എന്നാണ് ഇതെല്ലാം ചെയ്തത് എന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇവന്റെ പേരോ ഡീറ്റെയിൽസ് ഒന്നും സുജിത് ഭക്തിനെ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അത് മാത്രമാണ് എനിക്ക് സുജിത് ഭക്തനോടുള്ള ഏക വിരോധം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തിനാണ് ഇവന്റെ പേരും ഡീറ്റെയിൽസും പുറത്തു വിടാതിരിക്കുന്നത്? പുറത്ത് വിടണം. ഇവനൊന്നും ഒരു സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നില്ല. കാരണം ഇനി ഇവനൊരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇവൻ ഇനി മറ്റാരടുത്തെങ്കിലും പോയിട്ട് ഇതേ പരിപാടി കാണിക്കും. ഇവനെ പബ്ലിക്കിന് മുന്നിലിട്ട് വലിച്ചു കീറണം. ഇനി ഇവനെ ഈ പരിപാടി ചെയ്യാൻ തോന്നരുത്. വരും ദിവസങ്ങളിൽ സുജിത് ഭക്തന് ഇവന്റെ പേര് ഡീറ്റെയിൽസ് പുറത്തു വിടുമെന്ന് നമുക്ക് വിചാരിക്കാം, അല്ലെ? എന്നിരുന്നാലും ഒരു ഫോണും ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ആരെക്കുറിച്ചും എന്തോ അപരാധവും പഠിച്ചു വിടാമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ? അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.